ഇരുപത്തിയൊന്നാം ദിവസം രാവിലെ 10 മണി. ഉച്ചയ്ക്ക് 12 മണി. മിസ്റ്റർ ബീൻ എന്ന ഞാൻ ഒരു എന്റർടൈൻമെന്ററായ ഒരു രീതിയിലാണ് ടെലിവിഷനിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയത്. അതിൽ കുറെ പേർ എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചു. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഷോയുടെ എല്ലാ സീസണുകളും അവസാനിച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ ഒരു ടൂറൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് സീസൺ 2 എന്ന ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഗെയിം ഷോയിൽ നിന്നും ഒരു കോള് വരുന്നത്. ഒരു കണ്ടസ്റ്റന്റായി സീസൺ 2 എത്തുമോ എന്ന് ചോദിച്ചു. കണ്ണുമറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് എന്താണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ മത്സരാർത്ഥിയായിട്ട് ഈ വീട്ടിലേക്ക് വന്നു. 4 ആഴ്ചകൾ പിന്നിട്ട് 5-ാം ആഴ്ചയും ഇവിടെ നിൽക്കുന്നു. 50 ദിവസവും ഞാൻ ഇവിടെ തികച്ചു നിന്ന് ആ ട്രോഫിയും കൊണ്ട് ടൈറ്റിൽ വിന്നറായി, ബിഗ് ബോസ് സീസൺ 2 ടൈറ്റിൽ വിന്നറുമായിട്ടേ ഞാൻ ഈ പടി ഇറങ്ങുകയുള്ളൂ. അല്ലാതെ ഒരു എവിക്ഷനിലൂടെയും ഒരാൾ വിചാരിച്ചാൽ പോലും എന്നെ പുറത്തേക്ക് അയക്കാൻ പറ്റില്ല. ബിഗ് ബോസ് സീസൺ 2 ഇത്തവണത്തെ ടൈറ്റിൽ വിന്നർ ഈ മിസ്റ്റർ ബീൻ തന്നെയായിരിക്കും. കണ്ട് തന്നെ അറിഞ്ഞു. പിന്നെ എൻ്റെ ലൈഫിൽ ട്രാജഡി, കോമഡി, സ്ട്രഗിൾസ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ മൈ ലൈഫ്. അങ്ങനെ അതൊക്കെ തരണം ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ദിസ് ഇസ് മൈ സ്റ്റോറി. ഓക്കെ, ദിസ് ഇസ് മൈ സ്റ്റോറി. എന്റെ സ്റ്റോറിയിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും എനിക്കില്ല. മിസ്റ്റർ ബീന്റെ അഹങ്കാരം കണ്ടോ? അവനായി ഈ സീസൺ 2 ടൈറ്റിൽ വിന്നർ. ഇതുപോലൊരു തമാശ ഞാൻ സൺ ടിവിയിൽ പോലും കണ്ടിട്ടില്ല. കഷ്ടകാലത്തിന് എങ്ങനെ ആയ പോയാലും മതി, വിധി പറഞ്ഞത് കേട്ടില്ലേ മോഹൻ സാർ വന്നിട്ട്? നമ്മൾ ഓരോരുത്തരും വിധി എഴുതുന്നതേ പുറത്തിരിക്കുന്ന പ്രേക്ഷകരാ. ഒരു മാങ്ങാത്തൊക്കെ ചെയ്യാതെ മിസ്റ്റർ ബീൻ 4 ആഴ്ച ഇങ്ങനെ 5-ാം ആഴ്ചയിലേക്ക് നിൽക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 50 ദിവസം ഇവിടെ തികച്ച് അവൻ പറഞ്ഞ പോലെ കപ്പും കൊണ്ട് അവനോട് ഇറങ്ങും. അവൻ കപ്പും കൊണ്ട് പോയാ എനിക്ക്